ഓരോ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനും പരീക്ഷിക്കാനും ഒക്കെ എന്നെക്കാൾ ഇൻട്രസ്റ്റാണ് പൊന്നൂന്. അവൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്ന ആ ഒരു ക്ഷമയൊന്നും പലപ്പോഴും എനിക്കുണ്ടാവാറില്ല. സ്കൂൾ വിട്ട് വന്നപ്പോഴേ എന്നോട് ചോദിച്ചത്, അമ്മ നമുക്ക് ആ ക്രാഫ്റ്റ് ചെയ്യണ്ടേന്ന്. കാരണം ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഹോമിൻ്റെ എന്തെങ്കിലും ഒരു ഡെക്കോർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബേസിക്കായിട്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ റെഫറൻസ് ഒന്നും എവിടെയും നോക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം ഞാനൊന്ന് ഹോം എഴുതി. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള സ്റ്റോൺസ് വെക്കുന്നത് കുറച്ചൊരു ചടങ്ങായിരുന്നു. സ്റ്റോണ് മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് ഓരോന്നെടുത്ത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഇച്ചിരി ടാസ്ക്കായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോൾ വരുന്നൊരു മടുപ്പില്ലേ, അത് ചെറുതായിട്ട് എനിക്കും ഉണ്ടായിരുന്നു. താമരയും അതിൻ്റെ ഇതളും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിയ ആ ഷീറ്റിൽ അത്രയും കളേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ഈ ഒരു ചെറിയ വർക്കിനകത്തുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒട്ടിച്ചു വെച്ച എല്ലാ സ്റ്റോൺസും ഞാനത് പിന്നെയും എടുത്തു. പല തവണ ഞാനത് മാറ്റിയും തിരിച്ചൊക്കെ ഒട്ടിച്ചു നോക്കി. എന്നാൽ എന്തായാലും ഇത് നല്ലതായാലും ചീത്തയായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാനിവിടെ എഴുന്നേക്കും എന്നൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഫ്രെയിമിനൊരു ബോർഡർ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ്, അങ്ങനെ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല, അത് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചു. പിന്നെ മക്കളുടെ കയ്യിൽ നിന്ന് അവരുടെ 2 ബട്ടർഫ്ലൈനെയൊക്കെ വാങ്ങി വെച്ച് അവസാനം നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. എനിവേ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്.